പടം കുഴപ്പമില്ല. ബേസിലൊക്കെ ബേസിലുള്ള നല്ല അഭിനയം. വേറെ എടുത്തു പറയാനുള്ള എടുത്തു പറയാനൊന്നുമില്ല. ഒരു ജീവിത കഥ, ഒരു ഗോൾഡിന്റെ ഒരു കഥ, ഒരു കല്യാണം. കൊള്ളാം ചേട്ടാ. എനിക്കൊന്ന് ഈ അടുത്ത് ബേസിലിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. പിന്നെ അമ്പാൻ ചേട്ടൻ്റെ ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളി നല്ല കിഡിലായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വൺ ടൈം വാച്ചബിളാണ്, നമുക്ക് ലാഗ് അടിക്കത്തില്ല, നല്ല രീതിയിൽ പോകും. ക്ലൈമാക്സ് ഒക്കെ കിടിലം സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓവറോൾ സൂപ്പറാണ് മൂവി. ബേസിൽ കോമഡി വിട്ട് ഒരു സീരിയസ് ക്യാരക്ടറോട്ട് വന്നപ്പോൾ ബേസിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ബേസിലിനെ ഈ ഒരു മൂവിയിൽ നിന്ന് കാണാൻ പറ്റും. പുള്ളി കൂടുതൽ ഹ്യൂമർ പിടിച്ചിട്ടില്ല, ബട്ട് എന്നാലും നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം, നല്ല മേക്കിംഗ്. അത് കോമഡി അവിടെ ആവശ്യത്തിന് സിറ്റുവേഷണൽ കോമഡി മാത്രമേ ഉള്ളൂ. പിന്നെ ബേസിലിൻ്റെയും 3 പേര്, സജിനും ബേസിലും ലിജോ മോളും, അവർ 3 പേര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല മേക്കിങ്ങുമാണ്. പിന്നെ ഇന്ദുവിൻ്റെ എഴുത്തിനെ ആധാരമാക്കിയിട്ടുള്ള സിനിമയാണ്. അപ്പം അത് പക്ക അതേ രീതിയിൽ തന്നെ എഴുത്തുപോലെ തന്നെ സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് തീം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗോൾഡ്, സ്വർണം കയ്യിലിരുന്നാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളും അത് പേഴ്സണൽ ലൈഫിൽ ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളും അത് എഴുത്തിൽ എങ്ങനെയാണോ എഴുത്തിലുള്ളതുപോലെ തന്നെയാണ് സിനിമയിൽ ചെയ്യുന്നത്. സിനിമ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂണിവേഴ്സൽ ഒരു തീമുണ്ട്. അതായത് നമ്മൾ ഈ സ്വർണം നമ്മളെ വല്ലാണ്ട് അങ്ങ് ഈവിളാക്കും, ആ ഗോൾഡ് കയ്യിലിരുന്നുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് ഇതിൻ്റെ പറയുന്നുണ്ട് സിനിമയിൽ. പിന്നെ അതുകൂടാതെ ഈ പൊന്നിനേക്കാൾ വലുതാണ് പെണ്ണ്, ഈ സ്ത്രീധനം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അത് നന്നായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ പേഴ്സണൽ ലൈഫ് ആർക്കും ആണെങ്കിലും അത് കണക്റ്റഡ് ആവും. നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഡയറക്ഷനുമാണ്. അഭിനയത്തിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ 3 പേര് നന്നായിട്ട് കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. ബേസിലാണേലും പിന്നെ അതുപോലെ തന്നെ സജിൻ, ലിജോ മോളെ പ്രത്യേകം എടുത്ത് പറയണം. ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം എനിക്ക് തോന്നുന്നു ലിജോ മോൾക്ക് കിട്ടിയ നല്ലൊരു ക്യാരക്ടറാണ്, പറയാതിരിക്കാൻ വയ്യ. സജിന് പക്ക നെഗറ്റീവ് ഷെയ്ഡാണ്. നമ്മളങ്ങ് പുള്ളിയെ അങ്ങ് വെറുത്ത് പോകും. ഒരു വല്ലാത്തൊരു ദുഷ്ടകഥാപാത്രമാണ് ചെയ്തേക്കുന്നത്, പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിലും കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. കുറേ നമ്മുടെ പേഴ്സണൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളെ പല ലൈഫിൽ പല സിറ്റുവേഷൻസ് നമ്മളിങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെ നമ്മുടെ നമ്മളെ സ്വന്തമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വേറൊരാൾ അനാവശ്യമായിട്ട് കൈക്കലാക്കി പിന്നെ തിരിച്ച് മേടിക്കാൻ നമ്മൾ പോകുമ്പോൾ അയാൾ തരാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന റിയാക്ഷനും, അങ്ങനെ കുറേ യൂണിവേഴ്സലായിട്ടുള്ള കുറച്ച് തീംസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോൾഡിൻ്റെ കുറേ ദൂഷ്യഫലങ്ങൾ, സ്വർണം കയ്യിലിരുന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ നന്നായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ആ എഴുത്തെങ്ങനെയാണോ, ഇന്ദുവിൻ്റെ എഴുത്തെങ്ങനെയാണോ അത് നന്നായിട്ട് സിനിമയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്. ബേസിലും നമ്മളെ അമ്പാൻ ചേട്ടന്റെ എല്ലാരും പെർഫോമൻസ് സൂപ്പറാണ്. ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ശ്രീധനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഇഷ്യൂസ് ആയിട്ടുള്ള ഒരു പടമാണ്. പിന്നെ കൊല്ലത്തിനെ ബേസ് ചെയ്താണ് ഈ പടം ഇറക്കിയിരിക്കുന്നത്. സൂപ്പർ പടം. ആ പടം കൊള്ളാം, നന്നായിട്ടുണ്ട്. ബേസിൻ്റെ അഭിനയവും നമ്മുടെ അമ്പാൻ ക്യാരക്ടറായിട്ട് വന്നില്ലേ, അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ക്യാരക്ടറാണ്. സീരിയസ് ആയിട്ടാണ് ആള് പൊളിയാ. ഇപ്പൊ ചെയ്ത എല്ലാ പടങ്ങളും നല്ല ക്യാരക്ടറും ഒക്കെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അമ്പാനും നന്നായിട്ടുണ്ട്. പടം നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഫീൽ ഗുഡും നല്ല ത്രില്ലറുമാണ്. ഒരു ആവറേജ് പടമാണത്. എനിക്ക് അത്ര കിടിലമായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് എന്നാലും കണ്ടുകൊണ്ടിരിക്കാം. ചില സമയത്ത് ബോറടിക്കുന്നുണ്ട്, ചില സമയത്ത് പിക്കപ്പ് ആവുന്നുണ്ട് പടം. ഓവറോൾ ഒരു ആവറേജ് റിവ്യൂ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പെർഫോമൻസ് ബേസിൽ ആസ് യൂഷ്വൽ ബേസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മോശമായിട്ട് തോന്നാൻ ആരില്ല. പക്ഷെ എന്നാലും എവിടെയോ ഒരു എൻഗേജിങ് ഫാക്ടർ ഡൗൺ ആയി പോയതുപോലെ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ചില സമയത്ത് ഇങ്ങനെ പിക്കപ്പായി വരുന്നുണ്ട്. എന്നാലും ഓവറോൾ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര കിടിലമായിട്ട് തോന്നിയിട്ടില്ല.